അൽവർ വരുന്ന ഒരു പ്രത്യേകമായ മാർക്സിസ്റ്റ് പാർട്ടിയെ ശിക്ഷപ്പെടുത്താൻ വരുന്ന എഴുതിയില്ലേ? മലയാള മനോരമ റിപ്പോർട്ടർ ചാനലുകാരെന്താ പറഞ്ഞത്? അൽവർ ഒരു സാധാരണ മനുഷ്യനല്ല. അൽവർ CPM-നെ തകർക്കും. അൽവറിനെ വളർത്തിക്കൊണ്ട ഈ റിപ്പോർട്ടർ ചാനലുകാരനും ഏഷ്യാനെറ്റുകാരനും മലയാള മനോരമക്കാരനും 24കാരനുമെല്ലാം അൽവറിന് വേണ്ടി ആവശ്യമായ പരവതാനി വിരിച്ച് അച്ചു നിരത്തിയെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നു, 5.5 ലക്ഷം പാർട്ടി അംഗങ്ങളിൽ ഒരാളെ പോലും അൽവറിന് കൊണ്ടുപോകാൻ കഴിയാത്ത കരുത്തുറ്റ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. ഞങ്ങൾക്ക് ചരമക്കുറിപ്പ് എഴുതിയ അല്ലയോ വലതുപക്ഷ മാധ്യമങ്ങളെ, നിന്റെ മുഖത്ത് ചവിട്ടി പറയുന്നു, ഈ പ്രസ്ഥാനം അജയ്യമാണ്, കരുത്തുള്ളതാണ്. ആ കരുത്തിന്റെ ഭാഗമാണ് ഈ പ്രസ്ഥാനം വളർച്ചത്. എന്റെ കടയിൽ ബീഫുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ എഴുതി വെച്ചാൽ RSSന് ഏറ്റവും കൂടുതൽ ശാഖയുള്ള ഈ കേരളത്തിൽ ആ കടക്കാരനെ ആക്രമിക്കാൻ ഒരു RSSകാരൻ മുന്നോട്ട് വരാത്ത എന്തുകൊണ്ടാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ കാവലാളുകൾ ഈ കേരളത്തിലുള്ളത് കൊണ്ടാണ്. അതാണ് മതനിരപേക്ഷമാണ് ഈ കേരളം. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ബദലിന്റെ രാഷ്ട്രീയത. 8 വർഷക്കാലമായി വർഗീയ കലാപം ഉണ്ടാവാത്ത നാടായി ഈ നാട് മാറി. അതാണ് ഇടതുപക്ഷത്തിന് ബദൽ. ആ ഇടതുപക്ഷത്തിന് ബദലിനെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് പിണറായിയുടെ ഗവൺമെന്റ്. നമ്മുടെ രാജ്യം ആരോടെ മത്സരിക്കുന്നത്? ലോകത്തിന് മുമ്പിലേക്ക് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള രാജ്യമായി ഇന്ത്യ മാറുകയാണ്. 100 ആളുകൾ ഇറക്കി നിർത്തിയ 35 ആളുകൾ ഒരു നേരം ഭക്ഷണം കിട്ടാത്ത മനുഷ്യന്റെ നാടായി ഈ കേരളം മാറുകയാണ്, ഇന്ത്യ മാറുകയാണ്. അങ്ങനെ മാറുമ്പോ ഈ 2025 ജനുവരി മാസം ഇറക്കുമ്പോ 35 ആളുകൾ ഒരു നേരം ഭക്ഷണം കിട്ടാൻ 33 ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കൊണ്ട് വിശന്ന് വരയുമ്പോ അഭിമാനബോധത്തോടുകൂടി ഈ 2025 ജനുവരി മാസം 1-ാം തീയതി ഈ കേരളം പ്രഖ്യാപിക്കുകയാണ്, ഒരാളുകളും പട്ടിണി കിടക്കാത്ത നാടായി ഈ കേരളം മാറുകയാണ്. അതാണ് പട്ടിണിക്കാരന്റെ നാടായി മാറ്റിയെടുക്കുകയാണ് കേരളം. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ബദൽ. നിങ്ങൾ കണ്ടല്ലോ, വയനാട് ദുരന്തമുണ്ടായി. ഇന്ന് 100ാമത്തെ ദിവസമായി. വയനാട് ദുരന്തമുണ്ടായി. എല്ലാ ആളുകളും പറഞ്ഞു വയനാടിനെ സഹായിക്കണം. മുഖ്യമന്ത്രി പറഞ്ഞു ആരും മുഖ്യമന്ത്രി ദുരിതാശ്വാസ എന്ന് പറഞ്ഞിറങ്ങി നാട്ടിൽ കാശ് പിരിക്കണ്ട. കാരണം പിരിച്ചാ പകുതി അവിടെ എത്തൂല, അല്ലേ? എല്ലാവരും പിരിക്കണ്ടാവും. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് പിരിക്കാനുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് പിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചക്കവെള്ളത്ത് കോൺഗ്രസ്സുകാരെ ടിൻ കളക്ഷൻ നടത്തിയോ? ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി പിരിക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും സമാഹരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി പാർട്ടി സഖാക്കളോട് പറഞ്ഞു, വയനാടിലെ 462 ആളുകൾക്ക് വീടില്ല, മരണപ്പെട്ടു. 118 മൃതശരീരങ്ങൾ കണ്ടുകിട്ടാനുണ്ട്. 8 കുഞ്ഞുങ്ങൾക്ക് ആരോരുമില്ലാതെയായി മാറി. ഒട്ടേറെ ആളുകൾ നിരാലംബരായി മാറി. അവരെ സഹായിക്കാൻ പറയുമ്പോ 50 ലക്ഷം രൂപ സമാഹരിക്കാൻ നിശ്ചയിച്ചിട്ട് 1 കോടി രൂപ പാർട്ടി സഖാക്കളിൽ നിന്ന് സമാഹരിച്ച് ആ വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഇടുക്കി ജില്ലയിലുണ്ട്. അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇന്നത്തെ നിങ്ങളുടെ സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നമുക്ക് നയാ പൈസ തരില്ല എന്ന് പറഞ്ഞപ്പോ ആ വയനാടിനെ ദുരന്തത്തിലെല്ലാം കാണാൻ വേണ്ടി കടന്നുപോയ പിണറായി, നിങ്ങൾ കണ്ടല്ലോ, അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട സുധി എന്ന് പറയുന്ന ഒരു കുട്ടി തനിക്ക് ജീവിത സഖിയായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു യുവാവിനെ കണ്ടെത്തി. അച്ഛൻ നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെട്ടു, ബന്ധുമിത്രാദികളെല്ലാം മരിച്ചു. തനിക്ക് തണലായി നിൽക്കുമെന്ന് കണ്ട ആ വരനായി കരുതിയിരുന്ന ആ ചെറുപ്പക്കാരൻ മരിച്ചു. ഇന്ന് ഒരു പ്രത്യേകത വണ്ടമ്മയുടെ സമ്മേളനത്തിലുണ്ട്. ആ വയനാട് ദുരന്തത്തിൽ ആരോരുമില്ലാതെ മാറിയ പിണറായി ആ ശ്രുതിയെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ആ ശ്രുതി ഇന്ന് സർക്കാർ സർവീസിൽ ജോലിയിൽ കയറിയ സവിശേഷത ഇന്ന് വണ്ടമ്മയുടെ സമ്മേളനത്തിലുണ്ട്. അതാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. നിങ്ങൾക്കറിയാമല്ലോ സഖാക്കളെ, 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് വന്നു. നൈനാമോൾ എന്ന് പറയുന്ന ഒരു കുട്ടിയെ നരേന്ദ്രമോദി എടുത്തു. മലയാള മനോരമ പറഞ്ഞു, നൈനാമോൾക്ക് പോലും നരേന്ദ്രമോദിയുടെ താടിയെ കണ്ടപ്പോൾ കൗതുകം തോന്നി, അല്ലേ?
താടിയൽ, നരേന്ദ്രമോദി ഭൂഷാൻ താടിയൽ, നൈനാമോൾ തലോടിയപ്പോൾ മനോരമ പറഞ്ഞു എന്തൊരു നല്ല താടി. അവസാനം ഒരു ചുവന്ന റോസാപ്പൂ കൊടുത്തു. ആ കുട്ടിക്ക് ഒരു ഉടുപ്പ് പിടിച്ചു കൊടുത്തോ? കാശ് കൊടുത്തോ? കൊടുത്താ ഇല്ല. 8 കുട്ടികൾ അച്ഛനും അമ്മയും ഇല്ലാത്തവരായി ഇവിടെ മാറി. അതിനകത്ത് 3 മാസം പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. 8 കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതായി മാറി. അതിനകത്ത് 3 മാസം പ്രായമുള്ള ഒരു കുട്ടി. എൻ്റെ നാട്ടിൽ ഉള്ള ഒരു ഭാര്യ ഭർത്താവുടെ രാവിലെ വീട്ടിൽ വന്നു. അവർ പറഞ്ഞു ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഞങ്ങൾ ദത്തെടുക്കാം, മുഖ്യമന്ത്രിയോട് സംസാരിക്കാമെന്ന്. ഞാൻ മുഖ്യമന്ത്രി സഖ പിണറായി വിളിച്ചു, വിജയേട്ടാ ആ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ദത്തെടുക്കാൻ നമ്മുടെ നാട്ടിൽ ഒരാൾ തയ്യാറായിട്ടുണ്ട്, ഒരു കുടുംബം തയ്യാറായിട്ടുണ്ട്. സഖ പിണറായി പറഞ്ഞു ആ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് മാത്രമല്ല ആരോരുമില്ലാതെ മാറിയത്. അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട 8 മക്കളുണ്ട്. ആ അച്ഛനും അമ്മയും ഇല്ലാതായ ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുള്ള 8 മക്കളുണ്ട്. ആ ഒരു മക്കളെയും ആർക്കും ദാനമായി ദത്തായി കൊടുക്കില്ല. അവരെ സർക്കാരിന്റെ മക്കളായി വളരും, അവരെ സർക്കാരിന്റെ മക്കളാണ് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിലുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ മതനിരപേക്ഷ കാഴ്ചപ്പാട്. അതാണ് ഞാൻ നിങ്ങളെ മുമ്പ് ഓർപ്പിച്ചത്. ഇല്ല മരിക്കില്ല, അതാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ മനുഷ്യ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. ആ മാർക്സിയ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് CPM മുന്നോട്ട് പോകുന്നത്. ആ മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ബദലിന്റെ രാഷ്ട്രീയത്തെ എല്ലാവരും ചരമക്കുറിപ്പെഴുതി. 2019 ലോകസഭ 24 ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മലയാള മനോരമ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി സാധാരണ ഒരു ഗാന്ധിയല്ല, ഇന്ദിരാഗാന്ധിയിലൂടെയാണ് പ്രിയങ്കയെ കാണുന്നത് പറഞ്ഞില്ലേ. അതുകൊണ്ട് കേരളത്തിൽ CPM-ന് രക്ഷയില്ല. പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിൽ 18ാം ലോകസഭയിൽ 24 തെരഞ്ഞെടുപ്പോടുകൂടി CPM-ന്റെ എല്ലാം പോകാൻ വേണ്ടി പോവാണ് പറഞ്ഞില്ലേ, എഴുതിയില്ലേ? നിങ്ങൾ എഴുതിയല്ലോ, ഇവിടെ അച്യുതരത്തിയല്ലോ, വാർത്ത എഴുതിയല്ലോ. എഴുതി പ്രിയങ്ക ഗാന്ധി വയനാടിലേക്ക് മത്സരിക്കാൻ വന്നു. മത്സരിച്ച് പ്രിയങ്ക ഗാന്ധി ജയിച്ചല്ലോ. ഇവിടെ സഖാവ് ബിജു സൂചിപ്പിച്ചല്ലോ. കേരള ഉപതെരഞ്ഞെടുപ്പ് CPM-ന്റെ ഭരണ ഗവൺമെന്റ് ചരമക്കുറിപ്പ് എഴുതിയല്ലോ. അൽവറിതാ വരുന്ന ഒരു പ്രത്യേകമായ മാർക്സിസ്റ്റ് പാർട്ടിയെ ശിക്ഷപ്പെടുത്താൻ വരുന്ന എഴുതിയില്ലേ? മലയാള മനോരമ റിപ്പോർട്ടർ ചാനലുകാരെന്താ പറഞ്ഞത്? അൽവർ ഒരു സാധാരണ മനുഷ്യനല്ല. അൽവർ വരുന്നതിന്റെ ഭാഗമായി CPM-ന് ഗൗരവം ഉയർത്തിയത് പോലുള്ള വെല്ലുവിളിയല്ല, MV രാഘവൻ ഉയർത്തിയ പോലുള്ള വെല്ലുവിളിയല്ല. അൽവർ CPM-നെ തകർക്കും. പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി അൽവറിന്റെ പ്രതിരോധ നിരയോടുകൂടി ഈ കേരളത്തിൽ CPM ഇല്ലാതെ വരുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, CPM-ന് കേരളത്തിൽ 5.5 ലക്ഷം പാർട്ടി മെമ്പർഷിപ്പ്, 5.5 ലക്ഷം. അൽവറിനെ വളർത്തിക്കൊണ്ട ഈ റിപ്പോർട്ടർ ചാനലുകാരനും ഏഷ്യാനെറ്റുകാരനും മലയാള മനോരമക്കാരനും 24കാരനുമെല്ലാം അൽവറിന് വേണ്ടി ആവശ്യമായ പരവതാനി വിരിച്ച് അച്ചു നിരത്തിയെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നു 5.5 ലക്ഷം പാർട്ടി അംഗങ്ങളിൽ ഒരാളെ പോലും അൽവറിന് കൊണ്ടുപോകാൻ കഴിയാത്ത കരുത്തുറ്റ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. ആ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ ചരമക്കുറിപ്പ് എഴുതിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി സമ്മേളനം ഞാൻ സൂചിപ്പിച്ചു. ഇടുക്കി ജില്ലയിൽ 2072 ബ്രാഞ്ച് സമ്മേളനങ്ങൾ, 158 ലോക്കൽ സമ്മേളനങ്ങൾ. ആ ലോക്കൽ സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു സഖാക്കളോട് നമുക്ക് പ്രകടനം നടത്തണം. ആ പ്രകടനം നടത്തുമ്പോൾ ആ പ്രകടനം നടത്തുന്ന പഞ്ചായത്തുള്ള ലോക്കൽ കമ്മിറ്റികളെ മാത്രം ഒഴിവാക്കി നിർത്തുക. ബാക്കി എല്ലാ മേഖലകളും പ്രകടനവും നടക്കണം. ആ പഞ്ചായത്ത് മേഖലയിൽ നിന്ന് മാത്രമായ ആളുകളെ കേന്ദ്രീകരിക്കണം. ഞങ്ങൾക്ക് ചരമക്കുറിപ്പെഴുതി ഞങ്ങൾ നടത്തിയ ചക്കുവള്ളത്ത് നടത്തിയ CPM-ന് വണ്ടമ്മേട് സമ്മേളനം പ്രഖ്യാപിക്കുന്നു. ഒരു പഞ്ചായത്തിൽ ഒരു പ്രദേശങ്ങളിലേക്ക് ഈ പട്ടണം കണ്ട ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്താൻ കഴിയാത്ത ഞങ്ങൾക്ക് ചരമക്കുറിപ്പെഴുതിയ അല്ലയോ വലതുപക്ഷ മാധ്യമങ്ങളെ, നിന്റെ മുഖത്ത് ചവിട്ടി പറയുന്നു ഈ പ്രസ്ഥാനം അജയ്യമാണ്, കരുത്തുള്ളതാണ്. ആ കരുത്തിന്റെ ഭാഗമാണ് ഈ പ്രസ്ഥാനം വളർച്ചത്. ഈ പ്രഖ്യാപനം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയല്ല. ഞങ്ങളുടെ ബ്രാഞ്ച് ഏരിയ സമ്മേളനം പൂർത്തിയാക്കി.
എല്ലാം പറഞ്ഞെഴുതിയല്ലോ. ഇന്നത്തേതാകുമ്പോൾ ഇടുക്കി ജില്ലയിൽ 15 ലോക്കൽ ഏരിയ സമ്മേളനം 11 പൂർത്തിയാക്കി. ഈ സമൂഹത്തിന് നേരെ വേട്ടയാടപ്പെടുമ്പോൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ 152 ലോക്കൽ സമ്മേളനം പൂർത്തിയാക്കി. 11ാമത് ലോക്കൽ സമ്മേളനം നടക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ സാമൂഹ്യമായ പുരോഗതി ഉയർത്തിക്കൊണ്ടുവന്ന് ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ സഖാവിനെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാക്കി തെരഞ്ഞെടുത്ത് ഈ ജില്ലയിലെ സ്ത്രീ മുന്നേറ്റത്തിന് ചരിത്രം കുറിച്ച പാർട്ടിയായി CPM മാറി. അങ്ങനെ CPM-ന് അജയ്യമായ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഞങ്ങൾ വരുമ്പോൾ, ആ ഉയർന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പോരുമ്പോൾ, ഈ വരുന്ന ഇന്നലെ മുതൽ ആരംഭിച്ചുള്ള പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളുണ്ട്. ആ ജില്ലാ സമ്മേളനം എല്ലാം പൂർത്തിയാക്കി 2025 മാർച്ച് മാസം 3, 4, 5, 6 തീയതികളിൽ കൊല്ലത്ത് വെച്ച് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കും. ആ കൊല്ല സംസ്ഥാന സമ്മേളനം മാർച്ച് മാസം 6-ാം തീയതി അവസാനിക്കുമ്പോൾ ഈ കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ കേരളത്തിൽ 1ാം പിണറായി സർക്കാർ ഈ കേരളത്തിലെ രാഷ്ട്രീയ അധികാരം ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ രാഷ്ട്രീയ അധികാരം ഇന്ത്യ രാജ്യത്തിന് മുമ്പിലേക്ക് മാർച്ച് ദർശനത്തിന് അടിസ്ഥാനം പ്രവർത്തിക്കുന്ന ഒരിടതുപക്ഷ ബദലിന്റെ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആ രാഷ്ട്രീയ പ്രക്രിയയിൽ ഏർപ്പെടാൻ കഴിഞ്ഞ 2 ദിവസമായി മണ്ടമ്മേര് നടന്ന സമ്മേളനം സ്വയം വിമർശനപരമായി പരിശോധിച്ചു. ഈ മേഖലയിലെ പാർട്ടിക്ക് അജയ്യമായി നേതൃത്വം നൽകിയ 21 സഖാക്കളെ തെരഞ്ഞെടുത്ത് ഈ പാർട്ടിയുടെ കരുത്ത് ശക്തിയുമായി മുന്നോട്ട് പോകാനുള്ള നിലപാട് സ്വീകരിച്ച് അതിന്റെ ഭാഗമായി അതിന്റെ സെക്രട്ടറിയായി സഖാവ് വിസിയെയും ഏകണ്ഠമായി തെരഞ്ഞെടുത്ത് യുവജന വിദ്യാർത്ഥി എല്ലാ മേഖലയുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തി ഈ പാർട്ടി അജയ്യമായി മുന്നോട്ട് പോവുകയാണെന്നും തകർക്കുകയല്ല ഈ പോരാട്ടത്തിന് മുന്നോട്ട് പോകുമ്പോൾ സ്വയം വിമർശനമായി കമ്മ്യൂണിസ്റ്റുകാർ ചർച്ച നടത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇരുന്നവരുണ്ട്. മൂർച്ചയുള്ള ആയുധങ്ങളല്ല ആയുധം, ചേർച്ചയുള്ള മാനവങ്ങളാണ് പോരിനാവശ്യമെന്ന് കരുതുന്ന ആ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഈ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ പാർട്ടിയെ കരുത്തോടുകൂടി സംരക്ഷിക്കാൻ അതിനുവേണ്ടി പ്രവർത്തിച്ച ഇവിടുത്തെ പാർട്ടിക്ക് എല്ലാവിധമായ സഹായവും പിന്തുണയും നിങ്ങൾ നൽകണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലെ 3 പഞ്ചായത്തുകളിൽ 2 പഞ്ചായത്തിലെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. ചെറിയ വ്യത്യാസത്തിൽ വണ്ടമ്മയുടെ പഞ്ചായത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം മുടങ്ങി നഷ്ടപ്പെട്ടു. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. 2025 നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയുടെ 3 ഏരിയ, ഈ കമ്മിറ്റിയുടെ 3 നേതൃത്വത്തിലുള്ള 3 പഞ്ചായത്തുകളെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് പിടിക്കാനുള്ള ആ പ്രഖ്യാപനമായി മാറിയിരിക്കുന്ന ഈ സമ്മേളനത്തെ അതിന്റെ വിജയത്തിനു വേണ്ടി അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പിന്തുണയിൽ സഹായം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പ്രൗഢോജ്വലമായ പ്രകടനം നടത്തി ഈ പാർട്ടിയുടെ കരുത്തെ ശക്തിയെയും വിളിച്ചറിയിക്കാൻ അസാന്ദ്രമായ പരിശ്രമം നടത്തിയ മുഴുവൻ സഖാക്കളെയും പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രൗഢോജ്വലമായ പാർട്ടി ഏരിയ സമ്മേളനം മാറ്റി തീർത്ത മുഴുവൻ സഖാക്കൾക്കും പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ചൂടും ചുവപ്പുള്ള അഭിവാദ്യം അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.